അങ്ങാടിയിൽ ഇറങ്ങി അമ്മമാരും സഹോദരിമാരും ഈ മയക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സർക്കാർ ഒന്ന് കണ്ണു തുറന്നത്. കാരണം ഞാൻ അന്ന് കൊടുത്ത പരാതിയിൽ പറയുന്ന സംഘങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരള പോലീസ് വിചാരിച്ചാൽ തടുക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ആ തടുക്കാനുള്ള ഓർഡർ ആ കൊടുക്കേണ്ട എസ്.പിമാർക്കും DYSPമാർക്കും കിട്ടുന്നില്ല. ഇവിടുന്ന് രണ്ടാളെ പിടിച്ചു അവന്റെ പേരിൽ കേസ് എഴുതി. ഇത് എവിടുന്ന് കൊണ്ടുവന്നു, എങ്ങനെ വന്നു, ആരാണ് ഇത് എത്തിച്ചത്, ഈ നാട്ടിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടോ, അല്ല അത് ഏത് നാട്ടിൽ നിന്നാണ് വന്നത്, അവിടെ ആരാ കൊടുത്തത്, അങ്ങോട്ടിലേക്കൊരു യാത്ര അതുണ്ടായിരുന്നില്ല. ഇടവണ്ണങ്ങാടിയിൽ നിന്ന് പിടിച്ച ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ കൊണ്ടുപോയി 100 ഗ്രാമാണ് പിടിക്കണമെങ്കിൽ 98 ഗ്രാം കൂടെയുള്ള പോലീസുകാരൻ വേറെ ഒരുത്തിന് കൊടുക്കും, 2 ഗ്രാം ഇവന്റെ പേരിൽ ചാർജ് ചെയ്യും. പിടിച്ചവന് 98 ഗ്രാം ലാഭം, അത് കച്ചവടത്തിന് പോവാണ്. ഇതാണ് സ്ഥിതി. ആ സ്ഥിതിക്ക് ചെറുതായിട്ടെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള മാറ്റമാണ്. അതിന് കാരണം നിരന്തരമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പണമുണ്ടാക്കുക എന്നതിലപ്പുറം, അതും പിണറായി കുടുംബാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത് ഉണ്ടാവില്ല. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് അതിൽ നിന്നിരുന്നത്? അടിസ്ഥാനപരമായിട്ട് മതേതര സ്വഭാവമായിരുന്നു. രണ്ടാമതെന്താ? പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയ, വലിയ സമരങ്ങൾ നടത്തി അതിനുവേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതു രാഷ്ട്രീയം പാർട്ടി എന്ന നിലക്കാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തത്. ചിത്രാകെ മാറി, ആകെ മാറിയല്ലേ. അപ്പോ നമുക്ക് വിശദീകരിച്ച് സംസാരിക്കേണ്ടത് മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ നമ്മളെ ഉമ്മമാർക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കും കഴിയാത്ത അവസ്ഥ. ആരെ പേടിച്ചിട്ടാ? പണ്ട് കള്ളനെ പേടിച്ചിട്ട്. ഇന്ന് സ്വന്തം മക്കളെ, ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർ സമാധാനമായി കിടന്നുറങ്ങുന്ന കാലമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും അങ്ങനെയാ. ഇവിടെ ആൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാർക്കും പെങ്ങന്മാർക്കും വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉമ്മമാരെ ബലാത്സംഗം ചെയ്യുന്നു, പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യുന്നു. ആരാണ്? സ്വന്തം മക്കള്. വല്ല ബോധമുണ്ടോ? 5 എണ്ണത്തിനെ ഒരുത്തിനെ അടിച്ചു കൊന്ന് കേട്ടോ. താക്കോല് കറക്കി എന്താ പറയാ, പോലീസ് സ്റ്റേഷനിലേക്ക് വരിക ചിരിച്ചുകൊണ്ട്. അപ്പൊ പോലീസ് എന്താ പറയുന്നത്? മയക്കുമരുന്നൊന്നുമല്ല, അവന് കടണ്ടായിട്ട് ആളെ കൊന്നാണ്. ഒരു സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കടമുണ്ടായിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കാണലുണ്ട്. ഭാര്യക്കൊക്കെ മക്കൾക്കും മരുന്ന് കൊടുത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷം കൊടുത്ത് തന്തയും ചാവുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കുടുംബം അവസാനിക്കല്. ഇത് 5 എണ്ണത്തിനെ കൊന്നിട്ട് താക്കോലും തിരിച്ച് ചിരിച്ചു വരിക, എന്നിട്ട് പറയാ അവന് കടലിലോണ്ടാണ് മനിയും പാപ്പാനെയും കുഴച്ചിൽ കൊന്നത്. പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ മയക്കുമരുന്നിന് അടിമകളാണ് അവരൊക്കെ. അത് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേറെ രീതിയിലേക്ക് അതിന് കഥ ഉണ്ടാക്കിയ പോലീസ്. ഇപ്പോഴും കഥ ഉണ്ടാക്കി തീർന്നിട്ടില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. വാപ്പ വന്ന് ഞങ്ങൾക്കായി മാത്രം കടന്നില്ല. അതെന്ന് പറഞ്ഞു വാപ്പ അവിടെ കടത്ത് കുടുങ്ങി, വിദേശത്ത് വരാൻ പറ്റില്ല, കോടിക്കണക്കിന് കടാണ്. 4 ദിവസം വാർത്ത നിങ്ങൾ വായിച്ചാണല്ലോ. പിറ്റേ ദിവസം വാപ്പ ഇവിടെ എത്തി. ഇവിടെ വന്നാൽ ആകെ 6 ലക്ഷം റുപ്യ കടല്, അതിനുള്ള മുതലും സംവിധാനമുണ്ട്. കടമേ അല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ഇതാണ്. ഈ അവസ്ഥയിലേക്ക് വരെ ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. CPM ഒരു വിഭാഗം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ആ കുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും, അനുഭവിച്ചോട്ടെ, ഓലെന്താ എൻജോയ് ചെയ്തോട്ടെ. കോളേജിൻ്റെ ഉള്ളിലാണ് പിടിക്കുന്നത്, ക്ലാസ് മുറികളിൽ. എന്താ ഇപ്പൊ 2 ആഴ്ചയായിട്ട് പഠിക്കുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് നാട് മാറണം. അതിനെ നമ്മൾ കൂട്ടു നിൽക്കണം, അതോ അതിനെ എതിർക്കണോ? അവിടെയാണ് എന്റെ മനസാക്ഷി എന്റെ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. ഒരു കാരണവശാലും നമുക്കത് കൂട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന് തല പോയാലും അതിന് എന്ത് വില കൊടുത്തും എതിർക്കുക എന്ന നിലപാടാണ് തന്നെ എടുത്തത്. നിലപാടെടുക്കുമ്പോൾ ആളുകൾ കുറച്ച് കുറയും. ഉള്ള സൗകര്യങ്ങൾ മുഴുവൻ വിട്ടെറിഞ്ഞ് ഈ ശത്രുക്കളുടെ മുന്നിലേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കൊടുക്കുകയാണ്. അവർക്കെതിരെ ഈ വിഷയങ്ങളിൽ പോരാടാൻ അതിന്റെ പ്രയാസമുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ.
ഈ വിഷമം അനുഭവിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉമ്മമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥന ഈ വിഷയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എന്റെയൊക്കെ ബലം. നമ്മളൊരു പ്രശ്നാധിഷ്ഠിതമായിട്ടാണ്. സാധാരണ ഒരാൾ പാർട്ടി വിടലെന്തിനാ? സ്ഥാനം കിട്ടാൻ, അല്ലെങ്കിൽ MLA ആവാൻ, അല്ലെങ്കിൽ വലിയ പ്രസിഡന്റ് ആവാൻ അല്ലേ? ഞാൻ സ്ഥാനം വിട്ടുപോന്നൊക്കെയാണ്. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ നിലപാട് മാറ്റിയെടുത്തത്. ഞാൻ രാഷ്ട്രീയ നിലപാട് മാറ്റിയതല്ല. ഒരു പാർട്ടിക്കുണ്ടായ രാഷ്ട്രീയ നിലപാട് മാറിയപ്പോൾ നിങ്ങൾ ആ മാറിയത് ശരിയല്ല. നിങ്ങൾ അതല്ല പറഞ്ഞിരുന്നത്. ആ പാർട്ടി നിന്നിരുന്നത് ഇതിന്റെ മുകളിലാണ്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, ഈ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഇവരുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. ഇവർക്ക് വാക്ക് കൊടുത്താണ് നിങ്ങൾ വന്നത്. അവരോട് കൊടും വഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് ശരിയല്ല. അത് തിരുത്തണം. അതിന്റെ പേരിലാണ് ഞാൻ പോകുന്നത്. അല്ല, ഞാൻ അങ്ങോട്ട് പോയതല്ല. ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ അടിയുറച്ചു നിന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിറങ്ങിയതാണ്. അതിൽ ലേശം ബുദ്ധിമുട്ട് അതിലുണ്ടാവും, ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു മനസ്സാക്ഷിയില്ലേ? നാളെ മരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ നമ്മള് സത്യത്തിന് വേണ്ടിയിട്ടാണ് നിന്നത് എന്ന്. ആ ബലം തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ആ ബലം മതി. ആ ബലത്തിൽ ഏത് പ്രതിസന്ധിയെയും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മളെ പാലക്കാട് നിന്നല്ലേ ഷൈബ, തൃണമൂൽ കോൺഗ്രസിന്റെ നമ്മുടെ വനിതാ വിങ് വളരെ സ്ട്രോങ് ആണ്. വളരെ സഹോദരിമാർ ഇവിടെ ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ ഏറ്റെടുത്ത ഈ മയക്കുമരുന്ന് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന വീട്ടിലിരിക്കുന്ന നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും തന്നെയാണ്. അപ്പൊ ഏറ്റെടുക്കാതിരുന്ന വിഷയം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 17-ാം തീയതി സംസ്ഥാനത്തെ 14 ജില്ലകളിലും നമ്മൾ വലിയ ധർണകൾ, ജില്ലാ കേന്ദ്രങ്ങൾ നടത്തുക. നോമ്പ് കഴിയുന്നതോടുകൂടി നമ്മൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ദൂര ജാഥകൾ ആളുകളെ ബോധവൽക്കരിക്കാൻ ഇതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വനിതകളുടെ സാന്നിധ്യവും പ്രവർത്തനവും രാഷ്ട്രീയത്തിൽ അപ്പുറം ഈ പറയുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജിഷാർ നമ്മുടെ പാലക്കാടത്തെ ജില്ലാ ചീഫ് കോർഡിനേറ്ററാണ്. അപ്പോൾ രണ്ടുപേരും നമ്മളെ നോമ്പ് തുറക്ക് വേണ്ടി ഇവർ ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അഡ്വക്കേറ്റ് ബാബുവിടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഈ പറഞ്ഞതുപോലെ പണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പൊതുപ്രവർത്തനം, നാടിൻ്റെ ഡെവലപ്മെൻറ്റും, റോഡുണ്ടാക്കലും പാലുണ്ടാക്കലും ആശുപത്രിയൊക്കെ ഇരുന്നു. പക്ഷെ അതിലേറെ വലിയ വിഷയമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സാമൂഹിക വിപത്ത് തന്നെയാണ്. പെൺകുട്ടികളുടെ കയ്യിലാണ്. എന്നൊന്നും മനസ്സിലാവില്ല. അമ്മമാർ നല്ലോണം ശ്രദ്ധിക്കണം. കണ്ണ് കലങ്ങൂല. അവരുടെ സ്വഭാവത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കാണാൻ. ഒരു മണവും ഇതിനില്ല. കുട്ടികൾ ഓവർ സ്മാർട്ട് ആവുന്നുണ്ടോ? നല്ലോണം ശ്രദ്ധിച്ചോളൂ. പല രീതിയിലാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു 3 ആഴ്ച ഈ പഹയന്മാരുടെ പിടിയിൽപ്പെട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ 4ാമത്തെ ആഴ്ച ഹിമാലയ പർവ്വതത്തിലാണെങ്കിലും അവിടെ പോയി നമ്മളെ കുട്ടികളത് വാങ്ങിക്കൊണ്ടുപോയി. ഉപ്പമാർ അതിലേറെ ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടിയല്ലേ, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകേണ്ട, അമ്പലത്തിൽ പോകുന്നുണ്ട്, അവിടെ ചനപ്പേടിയുണ്ടെന്നൊക്കെ നമുക്ക് ആഴ്ചയിലൊക്കെ തോന്നുന്നുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ. അതിൽ മാത്രം നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് നിൽക്കരുത്. ഒരു നിലക്കല്ലെങ്കിൽ ഇവരറിയാതെ പോലും ഇവരുടെ എന്താ പറയുക, ജ്യൂസിലായിട്ടും മിഠായിലായിട്ടും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിന് ആളുണ്ടാക്കാനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. കലാലയങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ തന്നെ ബീച്ചിലൊക്കെ പോയി നോക്കിയാൽ കാണാം. നമ്മളെ ബീച്ചിലൊന്നും പോകണ്ട. നിലമ്പൂർ നമ്മുടെ എന്താ പറയുക, തേക്കുംതോട്ടം, അതിൻ്റെ പുഴക്കടവിലൊന്നും പോയി അല്ലെങ്കിൽ മിനിയാനൊക്കെ അവിടെ പോയി ഫോട്ടോസ് അയച്ചത് നമ്മൾ അറിയില്ല. ആ കുട്ടികളെ കൊണ്ട് ഒരു ബോധമില്ല എവിടെയാണ് നിൽക്കുന്നത് പോലും. ഇത്ര പോകുന്ന കുട്ടികളാണ്. ഈ സാധനം അകത്ത് ചെന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒരു പോവാണ്. അവർക്ക് അറിയുന്നില്ല എവിടെയാണ്. നേരെ മുന്നിൽ വാപ്പിമ്മ നിൽക്കണമെങ്കിൽ അവർ കാണുന്നില്ല. അവര് വേറെ ലോകത്താണ്. കണ്ണിന്റെ കാഴ്ചയിൽ നിന്ന് അത് ഹൃദയത്തിന്റെ കാഴ്ചയിലേക്ക് മാറുകയാണ്.
പിന്നെ ഹൃദയത്തിൽ എന്താണോ അവർ വിചാരിക്കുന്നത് അതിങ്ങനെ എന്താ പറയാ അവരുടെ കൺമുമ്പിൽ കാണുന്ന അവസ്ഥ. അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നിലമ്പൂരങ്ങാടിയിലെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ പഴയ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നു നോക്കി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഒരു 4 എണ്ണെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഇവിടെ എത്തിച്ചു ഇതിനെ. ഇതിന്റെ ഉത്തരവാദിത്തം ഈ ഒരു ഗവൺമെന്റിന് അതിന് യാതൊരു തർക്കമില്ല. ഇത് കൊല്ലങ്ങളായി, കഴിഞ്ഞ 4-5 കൊല്ലമായി. 2016, 21 നിയമസഭയിൽ 20-ലും 21-ലൊക്കെ എന്റെ പ്രസംഗം എടുത്തു നോക്കി ഞങ്ങൾക്ക് അറിയാം. വളരെ ഗൗരവമായിട്ട് അന്ന് പറയാൻ തുടങ്ങിയതാണ് ഞാൻ, ഇത് നിയന്ത്രിക്കണം കേട്ടോ, ഈ പോക്ക് നീ പിടിച്ചാൽ കിട്ടില്ല. കള്ളന്റെ കയ്യിലാണ് താക്കോല്. ഇതിൽ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നുണ്ട്, ഇതിൽ കമ്മീഷൻ പറ്റുന്നുണ്ട്. എടക്കര സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം HM-നെ വിളിച്ചു കൊണ്ടെന്ന് പറഞ്ഞാണ് പുറക്കാർച്ചൻ്റെ എഴുതുന്നത്. 2 കൊല്ലം മുമ്പ്, 2 അല്ല 3 കൊല്ലം മുമ്പ്. നിലമ്പൂരുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയ പ്രശ്നമാണ്. അങ്ങനെ ചെന്നു നോക്കുമ്പം നമ്മുടെ ആ പുഴൻ്റെ കടവിൽ എന്താണ് എടക്കര കഴിഞ്ഞാൽ ഒന്ന് മുണ്ട എടക്കര സുലൈമാന ചെറിയ തോട് പോലത്തെ പുഴ. പോലീസ് സ്റ്റേഷനിൽ ഇവർ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് വരായിട്ടാണ് എന്നെ വിളിക്കുന്നത്. 2020 തോന്നുന്നു. അപ്പോ അങ്ങനെ വളർന്ന് പന്തലിച്ചതാണ്. ഇപ്പൊ നമ്മളെ ഒതായിലും മുണ്ടക്കരയും ചാത്തോലൂരും കിഴറമ്പിലും നമ്മളെ വീട്ടിലും നമ്മളെ കീശയിലും നമ്മളെ കുട്ടികളുടെ കീശയിലും ഒക്കെ സാധനമാണ്. അപ്പൊ ഇതിനെതിരെയുള്ള വലിയ എന്താ പറയാ ഇടപെടൽ, രാഷ്ട്രീയ സമ്മർദ്ദം നമുക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ സംശയം മക്കളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വളരെ സ്വകാര്യമായി അവരെ കൊണ്ടുപോയി അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2 മാസത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്ലഡിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതൊക്കെ ഒരു വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട സമയമാണ്. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ നോമ്പ് കഴിഞ്ഞതോടുകൂടി ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. നമ്മുടെ കേരളായി മെമ്പർ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ട്. എന്നെയും ഈ പറയുന്നത് പോലെ ഈ എല്ലാ രംഗത്തും സജീവമായിട്ട് ഉള്ള നമ്മുടെ സഹോദരിമാരാണ്. അതുകൊണ്ട് നമ്മൾ പുരുഷന്മാരോടൊപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിൽ പരമാവധി ഇതൊരു രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണില്ല, ഇതൊരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു പോരാട്ടമായി തന്നെ ഇതിനെ കണ്ടാൽ മതി. അത്ര ഇതിൽ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. അതിൽ ഭാഗമാക്കുവാൻ എല്ലാവരും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം.